നമുക്ക് ഈ കപ്പയിലേക്ക് ഇച്ചിരി മീൻ ചാറും കൂടെ വെച്ചിട്ട് കഴിച്ചു നോക്കാം. അച്ചാറൊക്കെ ചേച്ചി അന്നേക്കാണ് ഉണ്ടാക്കണം കേട്ടോ. അപ്പം ഇന്നിപ്പോൾ ലൂലിക്ക എന്ന് ഇവിടെ പറയും, നമ്മളെ നാട്ടിൽ ലൂബിക്ക, റൂബിക്ക എന്നൊക്കെ പറയും. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം തിരുവനന്തപുരത്ത് വഴയില എന്ന് പറയും. പേരൂർക്കട കഴിഞ്ഞ അടുത്ത ജംഗ്ഷനാണ്. വഴയില ജംഗ്ഷനിൽ നിന്ന് ഒരു 500 മീറ്റർ പോകുമ്പോൾ ഇത് വഴയില കല്ലയം റോഡാണ്. ഇവിടെ റോഡിൻ്റെ വലതുവശത്തായിട്ട് വീട്ടിലെ ഊണ്, എൽസു എന്നാണ് ഇതിൻ്റെ പേര്. ചെറിയൊരു ബോർഡ് നിങ്ങൾക്ക് കാണാം, പക്ഷെ പക്ക വീട്ടിലെ ഊണ് കിട്ടുന്ന ഒരു സ്ഥലമാണ്. നാൻസി ചേച്ചിയാണ് നടത്തുന്നത്. ഭക്ഷണം ഉണ്ടാക്കുന്നതിനുള്ളൊരു ഇഷ്ടം കൊണ്ട് കട തുടങ്ങുമ്പോൾ അതിനുള്ള ഒരു പാഷൻ കൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യുന്നതും നമുക്ക് ചെയ്യേണ്ടി വന്ന് ചെയ്യുന്നതും തമ്മിലുള്ളൊരു വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. നമുക്ക് യൂട്യൂബിൽ വന്ന ഒരു കമൻ്റാണ് കേട്ടോ, മസ്റ്റായിട്ട് ഇവിടെ ഒന്ന് പോകണം എന്ന് പറഞ്ഞിട്ട്. അത്രയും ഗ്യാരണ്ടിയിൽ ഒരാൾ പറഞ്ഞപ്പോൾ നമ്മളിന്ന് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് വന്നേക്കുക. അപ്പോൾ ഇനി ഇവിടുത്തെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. ഇതിവിടുത്തെ ഒരു സ്പെഷ്യൽ കൂട്ടാനാണ് മത്തങ്ങ. എരിശ്ശേരി അല്ല, മത്തങ്ങ ഇങ്ങനെ കറിയായിട്ട് വെക്കും. ഇത് മെഴുക്ക് വരട്ടി. ചേച്ചി പാചകമൊക്കെ ഭയങ്കര ഇഷ്ടമായോണ്ടാണോ ഈ മേഖലയിലോട്ട് വന്നേ? അതെ, തീർച്ചയായിട്ടും ഭയങ്കര ഇഷ്ടമാണ്. ഇതിനു മുമ്പ് എന്നാ ചെയ്തോണ്ടിരുന്നേ? ഞാൻ വോഡോഫോണിലായിരുന്നു വർക്ക് ചെയ്തത്. ജോലിയുടെ സ്ട്രെസ്സും എല്ലാം കൂടെ കൊണ്ട് അപ്പോഴേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു ചെറിയൊരു തട്ടുകടയെങ്കിലും ഇടണമെന്ന്. അങ്ങനെ അച്ചാറിൽ തുടങ്ങി ഇവിടം വരെ എത്തി. ഇപ്പൊ നമ്മൾ എത്ര ഊണൊക്കെ കൊടുക്കുന്നുണ്ട്? ഓണത്തിന് മുമ്പ് ഒരു 60-70 ഊണ് പോകുമായിരുന്നു. പക്ഷെ ഓണം കഴിഞ്ഞപ്പം ഒരു വന്നതേയുണ്ട്. മെയ് മാസം 9-ാം തീയതി മുതലാണ് ഇവിടെ മുന്നേ ബേക്കറി ജംഗ്ഷൻ. പിന്നെ എന്തൊക്കെയാ സ്പെഷ്യൽ ഉള്ളത്? ഇന്നത്തെ സ്പെഷ്യൽ മത്തങ്ങ കറിയാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ വെക്കുന്നത്. അതെ, നിങ്ങളുടെ സ്പെഷ്യൽ ആണ്. ഇവിടെയും കണ്ടിട്ടില്ല. മത്തങ്ങ ഒഴിച്ചുകറി, സാമ്പാർ, കിച്ചടി, വെള്ളരിക്ക കിച്ചടി ഉണ്ട്. പിന്നെ ക്യാരറ്റ് മെഴുക്ക് പുരട്ടി, പിന്നെ മീൻകറി ഉണ്ട്, മീൻ ഫ്രൈ ഉണ്ട്, കപ്പ, ലവ്ലോലിക്ക അച്ചാർ. എത്ര മണിക്ക് വന്നാൽ ഇവിടെ ഊണൊക്കെ റെഡിയായി? ഒരു 12 കാലൊക്കെ ആവുമ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. ഊണ് മാത്രമല്ലേ ഉള്ളൂ? അത് ഊണ് മാത്രമേ ഉള്ളൂ. ചേച്ചി ഞായറാഴ്ച തുറക്കും? ഞായറാഴ്ചയല്ല, ഒരു ദിവസം നമുക്ക് അവധിയാണ്. ഒരു ദിവസം ഞങ്ങൾക്ക് പള്ളിയിൽ പോകണം. എന്നിട്ട് എങ്ങനെയാ ഇപ്പൊ മറ്റേ ജോലി കൊള്ളാമോ ഇത് കൊള്ളാമോ? അയ്യോ, ഇതാണ് നമുക്ക് സൗകര്യം. അതായത് നമുക്ക് സമാധാനമുണ്ട്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത് പിന്നെ നമുക്ക് ലീവ് വേണമെങ്കിൽ തന്നെ നമ്മുടെ ബോസ് നമ്മൾ തന്നെയാണ്. ആരും നിയന്ത്രണം. പിന്നെ ആസ്വദിച്ച് ചെയ്യാം, ഇഷ്ടപ്പെട്ട കാര്യമായതുകൊണ്ട്. 110 രൂപയ്ക്കാണ്. നമ്മുടെ ഇവിടെ തുടങ്ങിയപ്പോഴാണ്, മുമ്പ് തന്നെ നമ്മൾ 100 രൂപയ്ക്കാണ് കൊടുത്തോണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ സാധനങ്ങളുടെ വില കൂടിയത് കാരണം നമ്മൾ ഒരു 10 രൂപ കൂട്ടിയിട്ടുണ്ട്. പാക്കിംഗ് ചാർജ് ചെയ്യാൻ നമ്മൾ എക്സ്ട്രാ വാങ്ങുന്നില്ല. പാഴ്സലായിരുന്നാലും അതെ, എല്ലാത്തിനും അത് തന്നെ. ഊണ് റെഡി ആയി കഴിയുമ്പോൾ മനുത ഇവിടെ നിൽക്കോട്ടെ. അല്ലാത്ത സമയത്ത് നിങ്ങൾ ചെറിയ ബോർഡേ കാണും. മനുവിനെ കണ്ട ഹിന്ദിക്കാരനാന്നൊക്കെ തോന്നും. നല്ല മലയാളി കൊച്ചാണ്. നല്ല വേവണ കപ്പയായിരുന്നു തോന്നുന്നു അല്ലേ ചേച്ചി? എനിക്ക് സൈഡിൽ വെച്ചാൽ മതി, ബാക്കി ഞാൻ സാമ്പാർ വെച്ച് കഴിച്ചോളാം. ആദ്യം മത്തങ്ങ കൂട്ടാൻ കഴിക്കട്ടെ. അപ്പം മത്തങ്ങ കൂട്ടാനേ ഇവിടെ വന്നപ്പോൾ മത്തങ്ങ കൂട്ടാൻ കണ്ടുകൊണ്ട് ഞാൻ അതങ്ങോട്ട് ഒഴിച്ചു. കാരണം എരിശ്ശേരിയും മത്തങ്ങ വെച്ചിട്ടുള്ള ഓലനും ഒക്കെ നമ്മൾ വെച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ചാറിലുള്ള മത്തങ്ങ കറി കണ്ടിട്ടില്ല. കൊള്ളാം. ജീരകമൊക്കെ അരച്ചിട്ട് നമ്മൾ എരിശ്ശേരി വെക്കുന്ന പോലെ തന്നെ, പക്ഷെ പയറ് ചേരാത്തതുകൊണ്ട് വേറൊരു സ്വാദം. ഇവിടുത്തെ ക്യാരറ്റ് മെഴുക്ക് വരട്ടി കണ്ടോ, നല്ല അളവിനൊക്കെ ചെത്തിയ പോലെ കണ്ടോ, നല്ല ക്യൂബ് പോലെ. ശരിയാണെങ്കിൽ റേറ്റ് ചെയ്തിട്ടല്ലേ വയ്ക്കാറ്. ഞാനിപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ സ്ഥലത്ത് പോയിട്ട് കഴിച്ച് ഓരോ സാധനങ്ങളും ഞാൻ പരീക്ഷിച്ചു പോകും. അങ്ങനെ മിക്കവാറും നമ്മളൊരു 3-4-5 മണിക്കൂർ അവിടെ നിൽക്കുമല്ലോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ചിലവർ പറയും ഫുള്ള് കാണിക്കണ്ടെന്ന് പറയും. കാരണം അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ട്രേഡ് സീക്രട്ട് എന്ന് പറഞ്ഞ പോലൊരു സാധനം ഉണ്ടല്ലോ. ചിലവർ കാണിച്ചോന്ന് പറയുന്നവർക്കാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാനിതൊക്കെ പഠിച്ചിട്ട് പോയിട്ട് ഇത് ഓരോന്നായിട്ട് ഞാൻ വെച്ച് നോക്കും. ഇപ്പോൾ എൻ്റെ വീട്ടിലെ ഒരു രുചി എന്ന് പറയുന്നത് തിരുവനന്തപുരം, എറണാകുളം ഒരു മിക്സ് രീതിയിലാണ് ഭക്ഷണം ഞാൻ വയ്ക്കുക. അത് കൊച്ചിനൊക്കെ ഇഷ്ടം തിരുവനന്തപുരത്തെ ഒരു സ്വാദം. കാരണം അവൻ ജനിച്ചത് തിരുവനന്തപുരത്ത് ആയതുകൊണ്ട് അവൻ ഇവിടുത്തെ ഒരു ഭാഷയും അതെ, സംസാരിക്കണതും അതെ. നല്ല പച്ചടിയൊക്കെയാണ് കേട്ടോ. ഇനി മീൻകറി ഇതേ ഇവിടെ ഇരിക്കുന്നുണ്ട്. വെങ്കടയാണ്, തലയൊക്കെ ഇട്ട് കറി വെച്ചിട്ടുള്ള ഉണ്ട്. വറുത്തതുണ്ട്, കൊഴിയാളയും വെങ്കടയും. കഴിഞ്ഞ ദിവസം എവിടെ പോയപ്പോൾ വീഡിയോ എടുത്തപ്പോൾ ഞാൻ ഇങ്ങനെ വെങ്കടാന്ന് പറയുമ്പോൾ വെങ്കടയല്ല വങ്കട എന്ന് പറഞ്ഞു. ഓരോ സ്ഥലത്ത് ഓരോന്നല്ലേ പറയാം. അപ്പോൾ നമുക്കൊക്കെ, എനിക്കൊക്കെ, ഞാൻ എൻ്റെ അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇങ്ങനെ ഒരു ഇതാണ്. അപ്പോൾ അതാണ് ഞങ്ങൾ വെങ്കട എന്ന് പറയുന്നത്. അങ്ങനെ വലിയൊരു പീസാണ് കേട്ടോ. ഫ്രൈ ആണെങ്കിലും കണ്ടോ, തീരെ ചെറുതല്ല.
നമ്മൾ നേരത്തെ അച്ചാറിട്ട് രൂപിക്കാം. കണ്ടോ? കപ്പയും മീൻകറി ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ എന്നെ പോലെ നല്ലോണം കുഴഞ്ഞ കപ്പ. പിന്നെ ഇവിടെ മീൻകറി വെക്കുമ്പോൾ ഈ മല്ലി മുളകും ഒക്കെ ഉണ്ടല്ലോ, നല്ലവണ്ണം ഇങ്ങനെ വറുത്ത് മൂപ്പിക്കുവേ. അതാണ് ഈ ഒരു കളറ് വരണേ. നമ്മുടെ അവിടെയൊക്കെ മീൻകറിക്ക് ഒരു ഇച്ചിരി മഞ്ഞപ്പ് കൂടിയ ഒരു കളറല്ലേ, അതെന്താണെന്ന് വെച്ചാൽ ഇത്രയും മൂപ്പിച്ചെടുക്കൂല, അതുകൊണ്ടാണ്. മീൻകറി സൂപ്പറാണേ. നമ്മളിങ്ങോട്ട് കയറി വന്നപ്പോൾ തന്നെ ഇവിടെ കണ്ട ഒരു കാഴ്ച, ഞാൻ അറിയില്ല, എനിക്ക് ഭയങ്കര ഈ നൊസ്റ്റാൾജിയുടെ അസുഖം ഉണ്ടെന്ന്. അപ്പോൾ കുറേ പച്ച ഓല ഇങ്ങനെ ചെട്ടി വെച്ചേക്കും, അത് ചൂലുണ്ടാക്കാൻ വേണ്ടിയിട്ട്. പുതിയ തലമുറയ്ക്കൊന്നും വശമില്ലാത്ത അല്ലെങ്കിൽ കണ്ടിട്ടില്ലാത്ത ചില കാഴ്ചകളാണ് അതൊക്കെ. പണ്ടത്തെ എല്ലാ വീടുകളിൽ ചെന്നാലും വീടിൻ്റെ എവിടെയെങ്കിലും സിറ്റൗട്ടിനോട് ചേർന്ന് എവിടെയെങ്കിലുമൊക്കെ വയസ്സായവരുണ്ടെങ്കിൽ അവർ സ്ഥിരമായി ചെയ്യുന്നൊരു ജോലിയാണ് ഈ ഓല ചീമ്പി ഇറുക്കിളി ചൂലുണ്ടാക്കുക എന്ന് പറയണം. അപ്പോൾ എനിക്കൊക്കെ ഭയങ്കര, എനിക്കറിയാം കേട്ടോ, ഞാനും ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ചെയ്യുന്നല്ല, നമ്മളെയൊക്കെ ചെറുപ്പകാലത്ത് അമ്മയും അമ്മൂമ്മയൊക്കെ ഇരുന്ന് ചെയ്യുമ്പോൾ നമ്മളും ആ കൂടെ ചെയ്തുകൊണ്ടിരുന്ന ഒരു പണിയാണ് അത് ഓല ചീമ്പി ചൂല് കെട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു, കണ്ടപ്പോൾ തന്നെ ഭയങ്കര എന്തോ ഒരു വല്ലാത്തൊരു സന്തോഷം വന്നു. കാരണം എൻ്റെ അമ്മൂമ്മയുടെ അമ്മ ഉണ്ടായിരുന്നു, മറ്റേമാന്ന് ഞങ്ങൾ വിളിക്കണം. അപ്പം മറ്റേമാരുടെ അടുത്ത് എപ്പോൾ ചെന്നാലും അവരുടെ പണി എന്ന് പറഞ്ഞാൽ ഇതാ എന്ന് ഞാൻ എന്നിട്ട് ഇപ്പോൾ ഓർക്കുന്നത്, ഈ ചൂലൊക്കെ ഇവർ അവസാനം എന്ത് ചെയ്തോണ്ടോ, കാരണം എന്നും ചൂല് കെട്ടുന്ന പരിപാടിയാണ്. ഇത്രയും ചൂലൊക്കെ എന്താണോ ചെയ്തതെന്നൊക്കെ ഇപ്പോൾ ഓർക്കും. പക്ഷെ അവരുടെ സമയം പോക്കുന്നത് അന്നത്തെ പോലെ ടി വി ഇല്ല, കമ്പ്യൂട്ടർ ഇല്ല, മൊബൈൽ ഫോണില്ല, ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടമല്ലേ. അപ്പോൾ അവരൊക്കെ അന്ന് നേരം പോക്കിയിരുന്നത് ഇത്തരം ജോലികളൊക്കെ ചെയ്തുകൊണ്ടായിരുന്നു. ഇവിടെ വന്ന് അത് കണ്ടപ്പോൾ ചേച്ചിയോട് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു, ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ചേച്ചി ഇതിലെ വഴി പോയ ആളുടെ ഓല മേടിച്ച് വെച്ചാന്ന് പറയാം. അപ്പം അതൊക്കെ അന്യം നിന്ന് പോകുന്ന ചില കാഴ്ചകളാണ്. അത് സൂപ്പറായിരുന്നു. ഞാൻ അത് മാത്രം വെച്ചിട്ടാണ് കഴിച്ചത്. സാമ്പാറും കൊള്ളാം കേട്ടോ, അടിപൊളി. നല്ല മണമൊക്കെ ഞാൻ അവിടെ നിന്നപ്പോഴേ വന്നു. കായത്തിൻ്റെ ഇച്ചിരി മുന്നിട്ട് നിൽക്കുമ്പോഴേ ഒരു പ്രത്യേക ഒരു സദ്യയുടെയൊക്കെ ഒരു ഫീൽ വരും നമുക്ക്. കൊള്ളാം. അവിടുത്തെ ജോലി കളഞ്ഞത് വെറുതെ ആയില്ല. ഇതാണ് നിങ്ങൾക്ക് പറ്റിയ പണി. എല്ലാ സാധനവും എനിക്ക് ആകെ ഒരു ഇതായിട്ട് എനിക്ക് മീൻകറിക്ക് എനിക്ക് കേട്ടോ, ഞാൻ അത് ഇവിടുത്തെ പ്രേക്ഷകർക്ക് അറിയാം, ഞാൻ പറയണ വെച്ച് കണക്ക് കൂട്ടരുത്, എനിക്ക് ഇച്ചിരി എരിവ് അധികം. ചേച്ചി പറഞ്ഞു ഇവിടെ വരുന്നവരെല്ലാവരും ഇച്ചിരി എരിവും പുളിയൊക്കെ ആവശ്യമുള്ളവരെ. പക്ഷെ ഞാനിങ്ങനെ പറയുന്ന കറിക്കൊന്നും വേറെ ആർക്കും എരിവ് ഉണ്ടാവുകയില്ല. എരിവ് കഴിക്കാത്തതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ. നാളെ വെച്ച് പറഞ്ഞപ്പോൾ ആരാ പറഞ്ഞു ഇച്ചിരി എരിവും പുളിയൊന്നും ഇല്ലെങ്കിൽ മീൻകറി ഇറച്ചിയൊക്കെ എന്തിനു കൊള്ളാം എന്ന് ചോദിച്ചു. അപ്പം നല്ലൊരു ഊണായി ചേച്ചി ഇരിക്കുക. ഇവിടുത്തെ ക്യാരറ്റ് മെഴുക്ക് വരട്ടിയും പിന്നെ മത്തങ്ങ കറിയൊക്കെ എടുത്ത് പറയണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഓരോ ദിവസം മാറി മാറി വരും, എന്നാലും മത്തങ്ങ കറി മിക്കവാറും ഉണ്ട്. അവരുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പോൾ നാൻസി ചേച്ചിയുടെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പോകുന്ന വഴിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ. നല്ലൊരു ഊണാണ്. ചേച്ചിയുടെ ഒരു പ്രത്യേക ഇഷ്ടം കൊണ്ട് അവർ ആ ഫീൽഡിലേക്ക് വന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആത്മാർത്ഥത വിളമ്പുന്നതിലും വെക്കുന്നതിലും ഒക്കെ ഉണ്ട്. ചേച്ചി തന്നെ പറയുന്ന പോലെ വയറും മനസ്സും ഒക്കെ നിറച്ചിട്ട് വേണം ഇവിടെ നിന്ന് ആളുകൾ പോവാൻ എന്നുള്ളൊരു സാധനം. അത് നല്ലൊരു കാര്യമാണ്. അങ്ങനെ തന്നെയാണ് കേട്ടോ, എനിക്കും അങ്ങനെ തന്നെ അവസ്ഥയിലിരിക്കുന്നത്. അപ്പോൾ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് നമ്പറും കൊടുത്തിട്ടുണ്ട്. പുതിയ വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ.